ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ഇതുവരെ നമ്മൾ പോകാത്തൊരു സ്ഥലത്തേക്കാണ് കേട്ടോ യാത്ര പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് കാണാൻ എൻ്റെ മോള് വിളിച്ചിട്ട് പറയുന്നത് നമുക്കിങ്ങനൊരു സ്ഥലമുണ്ട്, പോയാലോ. അപ്പം തന്നെ നമുക്കിന്നെ വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉച്ചയ്ക്ക് ശേഷം പെട്ടെന്ന് കുളിച്ച് മാറ്റി അങ്ങ് ഇറങ്ങി കേട്ടോ. അപ്പം ഞാൻ, അമ്മ, എൻ്റെ ഏച്ചീൻ്റെ മക്കൾ, റിക്കൂട്ടൻ, പിന്നെ അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ഇപ്പം എൻ്റെ ആൻറ്റീൻ്റെ മോളും വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെല്ലാവരും കൂടി ഒരു ഓട്ടോറിക്ഷയിൽ അട്ടിയിട്ടിട്ടാണ് പോകുന്നത്. ഓട്ടോ ടാക്സി പിടിക്കാമെന്നു വിചാരിച്ചത്. അപ്പം അങ്ങനെ വിളിച്ചിട്ട് നോക്കുന്നവർ ആരെയും കിട്ടിയിട്ടില്ല. അങ്ങനെ പിന്നെ എന്നാൽ ഓട്ടോ എന്നും പറഞ്ഞ് അങ്ങ് ഇറങ്ങി കേട്ടോ. ഏകദേശം ഇപ്പോൾ ഒരു 4 മണി ആയിട്ടുണ്ട് നമ്മൾ ഇറങ്ങിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയിട്ടാകുമ്പം കാണിച്ചു തരാം ഏതാ സ്ഥലം എന്ന്. നമ്മളെ നാട്ടിൽ തന്നെ ഉള്ളതാണ് സംഭവം. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വഴിയേ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ ഒരു വേനൽക്കാലത്ത്, ഈ അവധിക്കാലത്ത് നമ്മളെ മക്കൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പ്ലേസാണ്. മക്കൾക്ക് മാത്രമല്ല, നമുക്കാരും ഒരു അത്ഭുതമായിരിക്കും ഈ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടി എന്തെല്ലോ വർത്താനെല്ലാം പറഞ്ഞ് അങ്ങനെ പോവാണ്. അപ്പം കറക്റ്റ് നമുക്ക് സ്ഥലമൊന്നും അറിയില്ല കേട്ടോ. കാരണം ആദ്യമായിട്ടാണ് ഇതിനെ പറ്റിയിട്ട് കേൾക്കുന്നത്, ഇങ്ങോട്ടേക്ക് പോകുന്നതും. പക്ഷേ നമ്മളെ ഓട്ടോ ഡ്രൈവറിനെ അറിയായിരുന്നു പിന്നെ കറക്റ്റ് സ്ഥലമെല്ലാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് മമ്പറന്നായിരുന്നു. പക്ഷേങ്കിൽ മൂപ്പരോട് ശരിക്കും പോകേണ്ട സ്ഥലം ഏതാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇത് നമ്മളെ കായലോട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കണ്ണൂർ ജില്ലയിലുള്ള കായലോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു സംഭവം ഉള്ളത്. അപ്പോൾ നമ്മളിപ്പം പോകുന്ന സ്ഥലത്തിൻ്റെ പേര് ദ ബിഗ് നഴ്സറി എന്നാണ്. ബിഗ് നഴ്സറി കുറേ കാലമായിട്ട് അവിടെ ഉള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അവിടെ ഒരു ഇല്യൂഷൻ പാർക്ക് വന്നിട്ടുണ്ട്. അപ്പം അത് വന്നിട്ട് ഇപ്പം അടുത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് തന്നെ നോക്കി നിങ്ങൾ, നല്ലൊരു വേറെ തന്നെ ഒരു ഇതല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോസ്റ്റർ അവിടെ വെച്ചിട്ടുണ്ട്. പോകുന്ന വഴിക്ക് മുഴുവൻ നമുക്ക് ഇതുപോലത്തെ പോസ്റ്റർ കാണാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, ഇതിപ്പം എപ്പോഴായിരുന്നു 20-ആം തീയതി ഈ മാസം മീൻസ് ഇതിപ്പം മെയ്യായി. കഴിഞ്ഞ ഏപ്രിൽ 24-നാണ് ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിപ്പം നല്ല ഫ്രഷ് ആയിട്ടാണ് നമ്മളിത് എൻജോയ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സംഭവം ഫസ്റ്റ് ഇതൊരു നഴ്സറിയാണ്. കയറുമ്പം തന്നെ 2 സൈഡിലും ഒരുപാട് ചെടികൾ, മരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. തൈകൾ കേട്ടോ കാണാൻ പറ്റും. അപ്പം നല്ല വഴിയേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ സനയും കൂടി ചെരുപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഊരി കളിക്കുന്നുണ്ട്. അപ്പം തന്നെ നമ്മൾ റിക്കോർഡനും പറഞ്ഞ എനക്കും കയറണമെന്ന്. സംഭവം ഓട്ടോന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിന്. അപ്പോൾ ആ ഒരു മൂഡിൽ തന്നെയാണ് ചങ്ങായി നിൽക്കുന്നത്. അപ്പോൾ ഓൻ വരുന്നതും കാത്ത് ഞാൻ താഴെ നിൽക്കുന്നതാണ്. സംഭവം കുട്ടിക്ക് ഊരാൻ വേണ്ടിയിട്ട് പേടി. അപ്പോൾ ഓൻ നോക്കുമ്പോൾ മുകളിൽ തന്നെ നിൽക്കുവാണ്. ഞാനിവിടെ താഴെ ഫോണും വിളിച്ചിട്ട് റിക്കൂട്ടൻ വരാൻ കാത്ത് നിൽക്കുവാണ്. ഓനാടെ പേടിച്ചിട്ട് നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ സനയും ഒരു താഴെ എത്തുന്നുണ്ട്. റിക്കൂട്ടൻ വരുന്നത് കാണുന്നില്ല. അങ്ങനെ പിന്നെ ഓനോട് വന്ന് ചിലപ്പോൾ ഇതിങ്ങനെ മൂടി കെട്ടിയിരുന്നതായിരിക്കും. ഇപ്പുറത്ത് ഓപ്പൺ പ്ലേസ് ഉണ്ട്, അവിടെ നിന്ന് ഉരിക്കുമെന്ന് തന്നെ. പക്ഷെ ഒന്ന് നിൽക്കുന്നുണ്ടായിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഒരു ഉറക്കം മൂഡ് മീൻസ് ഉച്ചക്കോൻ ഉറങ്ങിയിട്ടില്ല. അത് കൂടാണ്ട് ഓട്ടോന്ന് പകുതി ഉറക്കി അവൻ ഉറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു മൂടുണ്ടല്ലോ, അതാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരായിട്ട് ഊഞ്ഞാലാടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശിഖേച്ച അത് ഊഞ്ഞാലാടി. അന്നേരം പിന്നെ റിക്കൂട്ടിനെ മടിയിൽ വെച്ച് കൊടുത്ത്. പക്ഷേ റിക്കൂട്ടിന് അതും അത്ര വലിയ പിടിച്ചിട്ടൊന്നുമില്ല. ഓൻ കരഞ്ഞ് വിളിച്ച് അങ്ങനെ അമ്മ പോയിട്ട് എടുത്ത് കേട്ടാം. പിന്നെ കുറച്ച് സമയം റിക്കൂട്ടിന് അമ്മേൻ്റെ ഒരേ തന്നെയായിരുന്നു. തീരെ നിൽക്കുന്നുണ്ടായിട്ടില്ല. താഴെയിട്ട് ഇറങ്ങിയിട്ട് കളിക്കൊന്നുമില്ല കേട്ടോ. എല്ലാം ഇവൻ മണ്ണെല്ലാം കണ്ടാൽ കളിക്കുന്നതാണ്. അന്ന് നോക്കുമ്പോൾ മണ്ണിലും ഇറങ്ങുന്നില്ല. ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇവിടെ നല്ല കാറ്റാണ്. ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരം നമുക്ക് നല്ല ഇതൊന്നും ഫ്രഷ് ആവാൻ, ചില്ലാവാൻ പറ്റിയ ഈ വെയിലത്ത് നല്ലൊരു സ്പോട്ടാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം മൊത്തം മരങ്ങളെല്ലാം തിങ്ങി നിറഞ്ഞിട്ട് മീൻസ് ചോലാന്ന് പറയില്ലേ, അതുപോലെ. അപ്പം താഴെ മുതലേ ചക്കയുള്ള പ്ലാവ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ റിക്കോർഡിന് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. ഓൻ കുറേ ചക്കയെല്ലാം നോക്കിയിട്ട് നിൽക്കുന്നുണ്ട്. താഴെ മുതൽ മുകളിൽ വരെ ചക്കയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം ചക്കയൊന്നും നമുക്ക് ഇവിടെ അങ്ങനെ കാണാനൊന്നും പറ്റുന്നില്ലല്ലോ. പക്ഷെ ഇവിടെ വന്ന് ഇഷ്ടംപോലെ ചക്കകൾ കാണാം കേട്ടോ. കുഞ്ഞു തൈയിൽ വരെ ഉണ്ട് താഴത്തിങ്ങനെ ചക്കകൾ. അപ്പം അതുപോലെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഊഞ്ഞാലെല്ലാം കണ്ടപ്പോൾ നമ്മൾ പറയുന്നു, പണ്ട് ആൻറ്റീൻ്റെ വീട്ടിൽ തറവാട്ടിൽ അങ്ങ് 6-ാം മൈലാണ്. അവിടെ ഇതുപോലെ വലിയ ഊഞ്ഞാൽ കെട്ടി നമ്മൾ തെങ്ങിൻ്റെ മണ്ടയിൽ വരെ ഇങ്ങനെ ഊഞ്ഞാലാടി താഴേക്ക് വരുത്തണം. അപ്പോൾ അതെല്ലാം നമ്മളിങ്ങനെ നൊസ്റ്റ് പിടിച്ച് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന്. പിന്നെന്താ, അപ്പം എല്ലാവരും മാറി ഊഞ്ഞാലാടി. അപ്പം നമ്മൾ പോയ സമയത്ത് ഒരു ഫാമിലി മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ.
അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റിന്. മൊത്തം നമ്മളെ പറമ്പ് എന്ന് പറയില്ലേ, നമ്മൾ അതുപോലെയായിരുന്നു അവിടുന്ന് ചില്ല് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ റിക്കൂഡിനെ കണ്ടില്ല, ഓനാന്ന് ഒരു മൂഡ് ഓഫ് ഉണ്ടായിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ഓക്കെ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ റിക്കൂഡിന് ശരിയായിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വഴിയേ കാണാം കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ ആൻറ്റി ഊഞ്ഞാലാടുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് എൻ്റെ ഏച്ചി ഊഞ്ഞാലാടുന്നുണ്ട്, പിന്നെ ഞാൻ ഊഞ്ഞാലാടുന്നുണ്ട്. അങ്ങനെ നമ്മൾ മാറി മാറി ഊഞ്ഞാലാടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു ഫാമിലി ഊഞ്ഞാൽ മിനിറ്റ് ആടുന്നുണ്ടായിന് കേട്ടോ, ഇതിൻ്റെ നേരെ അപ്പുറത്ത് തന്നെ. പിന്നെ എൻ്റെ പുറകിലോട്ട് വേറൊരു ഊഞ്ഞാലുണ്ട്. നമുക്ക് പിന്നെ എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതായതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് തന്നെ മാറി മാറി ഊഞ്ഞാലാടുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുമ്പോൾ റിക്കോണിനെ ഞാൻ വിളിച്ച് വാടാ മടിയിലിരിക്കുക ഊഞ്ഞാലാടാൻ, എന്നിട്ട് ഓൻ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഊഞ്ഞാലാടിനെ നോക്കിയിട്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കാമെന്ന്, അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ചക്കേനോട് ശൃംഗരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ വെച്ച് നമ്മളെ ക്യാമറ അവിടെ സെറ്റാക്കി വെച്ചാൽ ഞാനും ഇങ്ങനെ ഫോൺ കൊടുത്തിട്ട് നിൽക്കണ്ടല്ലോ. അപ്പം ഞാൻ ഫോൺ അവിടെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് പിന്നെ ഞാനും അവരൊന്നിച്ചിട്ട് അങ്ങോട്ട് കൂടി കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഊഞ്ഞാലാടാൻ പോകുന്നത് നമ്മളെ സാൻവിക്കുട്ടിയാണ്. ഇതിപ്പം വോയിസ് ഓവർ കൊടുക്കുക ചെയ്യുന്നത്, അവിടെ പിള്ളേർ ഒച്ച എല്ലാം ഉണ്ടായിന്. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു ഗ്രൗണ്ട് ഉണ്ട്, അപ്പോൾ അവിടുന്ന് കുട്ടികൾ കളിക്കുന്ന സൗണ്ട് എല്ലാം ഉണ്ട്. ഇനിയിപ്പം നമ്മളെ കമൻറ്റ് ബോക്സ് ഓഫ് ആകുമോയെന്ന് അറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളെല്ലാം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇവിടെ മുന്നേ പോയിട്ടുണ്ടോ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുകൂടാണ്ട് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കറക്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണൂർ ജില്ലയിലെ കായലോട് എന്ന് പറഞ്ഞ സ്ഥലം. കായലോട് നിന്ന് നമ്മളിപ്പം പല റൂട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ അവിടെ ഒരു HP-ൻ്റെ ഒരു ഗ്യാസിൻ്റെ മീൻസ് പെട്രോൾ പമ്പ് ഉണ്ട്. അപ്പോൾ ആ പെട്രോൾ പമ്പിൻ്റെ എത്തുന്ന മുന്നേ ഒരു ഇടവഴിയുണ്ട്, ഒരു മടപ്പരയിലേക്ക് പോകുന്നൊരു റൂട്ടാണ്. അപ്പോൾ ആ റൂട്ട് നേരെ പോയാൽ മതി കേട്ടോ. ഇത്തിരി ഉള്ളോട്ടേക്ക് പോകാനുണ്ട് വളഞ്ഞ്. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടത്തേക്ക് എടുത്ത ഓട്ടോ ചാർജ് പറഞ്ഞത് 200 രൂപയാണ്. അപ്പം അങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് വണ്ടിയിലുള്ളവരാണെങ്കിൽ നമുക്ക് വേഗം പോയിട്ട് വരാം കേട്ടോ. പിന്നെ അവിടെ മൊത്തത്തിലിങ്ങനെ പോസ്റ്റ് ഓരോ വളവിലിങ്ങനെ വെച്ചിട്ടുണ്ട്, ഇല്യൂഷൻ പാർക്ക് ഇന്നേ വഴി എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് എത്തിപ്പെടൽ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമല്ല, അതുകൊണ്ട് നമുക്ക് നല്ല സുഖമായിട്ട് പോയിട്ട് വരാം കേട്ടോ. പിന്നെ കേരളത്തിലെ ആദ്യത്തെ ഇല്യൂഷൻ പാർക്കാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം നമുക്കൊരഭിമാനം തന്നെയാണ് നമ്മളെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവം വന്നത്. അപ്പോൾ എല്ലാവരും അതിനെ പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ എൻ്റെത് പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ റീല് കണ്ടിട്ട് ശിഖേച്ച് റീല് കണ്ടിട്ട് എനിക്ക് അയച്ചു തന്നു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ച് പോയതാണ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ നല്ലൊരു വൈബായിരുന്നു കേട്ടോ അവിടുന്ന്. ഇത്തിരി ലെങ്തി വീഡിയോ ആണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ അകത്തൊന്നും കട്ടാക്കാൻ തോന്നുന്നില്ല, കാരണം നമ്മൾ അത്രയും എൻജോയ് ചെയ്തതാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുള്ള ഓരോ അണുവും എനിക്ക് കാണിച്ചു തരണമെന്നുണ്ട്, അതിന് വേണ്ടി കാണിക്കുന്നതാണ്. അപ്പം ഈ ഒരു ഇത് മാത്രമല്ല, ഇനി പോകെ നമുക്ക് ഇല്യൂഷൻ പാർക്ക് എന്നിട്ടൊരു അങ്ങോട്ടേക്ക് നല്ല കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും അവസാനം വരെ വീഡിയോ കാണാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ നമുക്കിത് ഈ ജാതിപത്രീൻ്റെ ഇത് കാണാൻ പറ്റും. ജാതിയല്ലേ പേര് മറന്നു കേട്ടോ.
ഇത് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഇല പറിച്ചിട്ട് മണപ്പിക്കണം. എന്താ മണമെന്നാ, നല്ല മണം ഉണ്ടായിന് കേട്ടോ. അപ്പം ഇവിടെ വരുന്നവർക്ക് ഇതിപ്പോൾ നഴ്സറിയാണ്, അപ്പോൾ ഇവിടുന്ന് നമുക്ക് ചെടികളെല്ലാം വാങ്ങാനും പറ്റും കേട്ടോ. എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് പിന്നെ മക്കൾ കുറച്ച് സമയം എൻജോയ് ചെയ്തിട്ട് എന്ന് വിചാരിച്ച് അങ്ങനെ. അപ്പോൾ ആൻറ്റി പറഞ്ഞു ഞാനിരിക്കട്ടെ. ഞാൻ പറഞ്ഞു വേണ്ടതാ, 4 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ളതാ, വെറുതെ പൊട്ടിക്കണ്ടെന്ന്. അങ്ങനെ പിന്നെ അത് തന്നെ അപ്പോഴേക്ക് നമ്മളെ സാൻവി അടുത്ത ഊഞ്ഞാൽമ നേരെ പൊതോന്നും മറ്റേ താഴെ വീണിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അമ്മ പറയാനാണ് നീ അത് പിടിക്കണ്ടേ എന്നെല്ലാം പറഞ്ഞിട്ട് ഓളെ കുറച്ച് ഉപദേശിച്ചു. സാരമില്ല, നമ്മളെ ആരാന്ന് ജഗതിയായിരുന്നു പറഞ്ഞ പോലെ, കുട്ടികളാകുമ്പം വീഴും എഴുന്നേൽക്കും അല്ലേ. അപ്പോൾ അതെല്ലാം അത്രയേ ഉള്ളൂ. വിക്കൂട്ടൻ സ്റ്റിൽ അമ്മേൻ്റെ ഊരയിൽ തന്നെയാണ്, താഴേക്ക് ഇറങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെ അവർ എല്ലാവരും കൂടിയിട്ട് ഇതാ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. അമ്മ വരെ അവനെ മടിയെടുത്തിട്ട് ഊഞ്ഞാലാടിയിട്ട് അവനത് വലിയ പിടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ എന്നോട് എടുക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ നൈസായിട്ടായിരുന്നു മുങ്ങി കേട്ടോ. എനിക്ക് പിന്നെ വീഡിയോ എടുക്കണമല്ലോ. അങ്ങനെ നിൽക്കുന്നേ ഉണ്ടായിട്ടില്ല കേട്ടോ, താഴെ പോലും നിൽക്കുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഇത് കണ്ട് നമ്മൾ കുറേ ചിരിച്ചിട്ടാ. സനീനോട് തല പുറകിലോട്ട് വെക്കാൻ പറ്റുമോ, മുമ്പ് തന്നെ വെച്ച് താടി അടിക്കുന്നുണ്ട്. ഓനയിൽ നിന്ന് ഇറങ്ങാനും പറ്റൂല, പക്ഷേ അതിൽ തന്നെ ഇരിക്കാൻ വേണം. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ നമ്മൾ ചിരിച്ച് പണി ഒരുങ്ങിന് കേട്ടോ. സത്യം പറഞ്ഞാൽ മക്കളെ വെച്ച് ഇങ്ങനെ പോകുമ്പോൾ തന്നെ നല്ലൊരു എൻജോയ്മെൻറ്റാണ്. അങ്ങനെ നമ്മളിതാ എപ്പം വീട്ടിൽ തന്നെ നിൽക്കുന്നില്ല. അപ്പം പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരു സുഖമാണ് കേട്ടോ. ഇത് പിന്നെ നമുക്ക് അടുത്തായതുകൊണ്ട് കുറച്ചുകൂടി നല്ലതായി. പിന്നെ ഇതുവരെ ആരും വരാത്തൊരു സ്ഥലത്ത് അങ്ങനെ നമ്മൾ എത്തിപ്പെട്ടു കേട്ടോ. അങ്ങനെ റിക്കൂട്ടം പതിയെ പുറത്തേക്ക് മീൻസ് അമ്മേൻ്റെ ഊരിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാ സംഭവങ്ങളും മൂപ്പരൊന്ന് നോക്കി നിൽക്കുക, ഇതല്ലേ എന്തുവാന്ന്. അങ്ങനെ പിന്നെ റിക്കൂട്ടൻ മൂഡ് ശരിയായവരെ അതിൽ കയറിയിട്ടുണ്ടായിന്. അപ്പോൾ അവൻ്റെ നൃത്തം കണ്ടാൽ എനിക്ക് തോന്നി കണ്ട പതിയെ അതിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു കയറണമെന്ന്, അന്നേരം പറഞ്ഞ് ആന്ന്. അങ്ങനെ നമ്മളെ സാൻവീനെ അപ്പുറത്തിരുത്തിയിട്ട് റിക്കൂട്ടൻ ഇതിൽ കയറിയിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയം ഓനും അതിൻ്റെ അന്ന് കളിച്ച് ഓക്കെ ആയി വരുന്നതെന്ന് കണ്ടപ്പോൾ എനിക്കും സമാധാനമായി. അങ്ങനെ ഞാൻ റിക്കൂട്ടിനോട് പറഞ്ഞിടാ ഇനിയെല്ലാം ഒന്ന് പുറത്തേക്ക് ഇറക്കിയല്ലോ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഇതിൻ്റെ പിന്നാലെ വരുന്നത്. അന്നേരം പിന്നെ നീ എന്തിങ്ങനെ കളിക്കുന്നത് അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം ഞാൻ അവനോട് പറയുന്നുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് വലിയ 3 ചക്കകൾ കാണാൻ പറ്റും. ദ ബിഗ് നഴ്സറി എന്ന് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ സ്പോട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം എന്താ പറയുക, റിക്കോർഡ് ഇപ്പം ഞാനിങ്ങനെ വിചാരിക്കുന്നത് ഇതിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിക്കോർഡിൻ്റെ എവിടെയെല്ലാം എത്തണ്ടോനാന്ന്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ഈ ബിസിനസ്സെല്ലാം നടത്തിയിട്ട് ചെറിയൊരു പൈസ കയ്യിൽ വരുമ്പം ഓനെയും കൊണ്ട് ഇങ്ങനെ അല്ലറ ചില്ലറ സ്ഥലത്തേക്കെല്ലാം പോകും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മൾ ഓരോ ഫോട്ടോ എല്ലാം എടുത്തു. അങ്ങനെ പിന്നെ നമ്മൾ ഇതൊരു വലിയ പറമ്പാണ് സംഭവം. അങ്ങനെ അങ്ങോട്ട് പോകുന്നേരം ആ ചക്ക കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തിൽ നമുക്കൊരു സ്പൈഡറിനെ കാണാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ റിക്കൂട്ടിന് പേടിയായി. അവനടുത്ത് ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ അത് കതിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നേ ഉണ്ടായിട്ടില്ല കേട്ടോ. അവിടുന്ന് പിന്നെ എൻ്റെ കൈമലേക്ക് ഊരയിലേക്ക് വന്ന് കയറുകയാണ് ചെയ്തത്. എന്തായാലും നമുക്കിനി ഇത്തിരി സ്പീഡാക്കാം കേട്ടോ. ഒരു 3/4 മണിക്കൂറിൻ്റെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇത്തിരി സ്പീഡാക്കിയിട്ടും അല്ലാതെ നമുക്ക് അപ്പം മക്കൾക്കാണെങ്കിൽ ഇങ്ങനെ ഓടി കളിക്കണം. പിന്നെ ഞാൻ പറഞ്ഞ് ഫോട്ടോ എടുക്കാതെ എന്നിട്ട് നമുക്ക് കളിക്കാമെന്നെല്ലാം പറഞ്ഞു. കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തത് ഈ ഒരു ഏരിയ തന്നെയാണ്, അവർക്കൊന്ന് കളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. അല്ലറ ചില്ലറ ഫോട്ടോസ് കംപ്ലീറ്റ് ശിഖിച്ചിൻ്റെ ഫോണിലെടുത്തത്, വീഡിയോ എല്ലാം നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു നമ്മളെടുത്ത ഫോട്ടോ എല്ലാം കാണാൻ. അങ്ങനെ റിക്കൂട്ടൻ അതിൻ്റെ അങ്ങോട്ടേക്ക് ചെറുങ്ങനെയാക്കും, അപ്പോൾ പേടിച്ചിട്ട് ഓടും. നമ്മളെ സാൻവിക്കും സനയ്ക്കും അങ്ങനെ പേടിയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷേ റിക്കൂട്ടനാണ് ഇത് കണ്ടപ്പോൾ പേടിച്ചു പോയത്. ഇനിയും പേടി അഭിനയിച്ചതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ എടുത്തിട്ട് അടുത്ത് പോയിട്ട് നിൽക്കുന്നവർ എന്നെ ഇങ്ങനെ അള്ളി പിടിക്കുന്നുണ്ട് അതിനെ. അപ്പോൾ അങ്ങനെ കിട്ടിയൊരു ഫോട്ടോ ആണ് ഇതാ ഈ കാണുന്നത്. പിന്നെ നമ്മളതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ടും ഫോട്ടോ എടുത്തിട്ടുണ്ട് അതിനെ. അങ്ങനെ താഴേക്ക് എന്താണെന്ന് നോക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഇത് കണ്ടത്. മൊത്തം നമ്മളെ ചെടികളാണ്, നഴ്സറിയിലേക്കുള്ള എല്ലാ ചെടികളും അവിടെ വെച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുള്ളത് നമ്മളെ പ്ലാവും മാവുമാണ് കേട്ടോ. അതല്ലാണ്ട് ഒരുപാട് ചെടികളുണ്ട്, ഞാൻ വഴിയെ കാണിച്ചു തരുന്നുണ്ട്. അപ്പം അമ്മയും ആൻറ്റിയും അവിടെ എന്തെല്ലോ വർത്താനം പറയുന്നുണ്ട്.
റിക്കൂട്ടൻ അങ്ങനെ താഴെ ഇറങ്ങി നടക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി കേട്ടോ. അവിടെ തന്നെ പാർക്കിൻ്റെ അടുത്തായിട്ട് തന്നെ നല്ല ഐസ്ക്രീം കിട്ടുന്നൊരു സ്പോട്ടുണ്ട്. ഇത് നമ്മളെ ഫ്രൂട്ട്സിൻ്റെ എല്ലാം റിയൽ പൾപ്പ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഐസ്ക്രീംസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷനും ഇവിടെ തന്നെയാണ് നടക്കുന്നത്, ഇവിടെ നിന്ന് കൊണ്ടുവരുന്നതൊന്നുമല്ല. ഇതിൻ്റെ തൊട്ട് അപ്പുറത്ത് ഈ ഒരു ഇത് ഷീറ്റ് ഇട്ടാണില്ല, അതിൻ്റെ നേരെ അപ്പുറത്ത് അതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടെന്നാണ് അവിടുത്തെ ഒരു ആൾ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി എന്താ പറയുക പ്ലേസസ് നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഐസ്ക്രീമിന് വേണ്ടിയിട്ട് നോക്കുക, പക്ഷെ അവിടെ ആരുമില്ല, പൂട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചോദിച്ചു നമുക്ക് കിട്ടില്ല എന്ന്. പക്ഷേ നമ്മളിങ്ങനെ ഇങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോഴേക്ക് കാണാം അവിടുന്ന് ഒരു ചങ്ങായി വരുന്നത്, പിന്നെ ഇവിടുത്തെ ജോലിക്കാരനാന്ന് പറഞ്ഞ് നിന്നിട്ട്. അപ്പം നമുക്കിങ്ങനെ ഫോട്ടോയിൽ നമ്മളിവിടുന്ന് ഇങ്ങനെ സ്റ്റിക്ക് വെച്ചിട്ട് എടുക്കുന്നത്. അപ്പം എടുത്തു തരാമെന്ന് വന്നിട്ട് എടുത്തു തരുമെല്ലാം ചെയ്തിട്ടുണ്ടായിന്. പിന്നെ നമ്മളവിടുന്ന് ഫോട്ടോകളെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതാ ചങ്ങായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോ ഫ്ലേവർ ഏതെല്ലാം എന്നെല്ലാം പറഞ്ഞാൽ വാട്ടർ മെലൺ ഉണ്ട്, ഗ്രേപ്സും മാംഗോ ഒന്നും ഉണ്ടായിട്ടില്ല, പിന്നെ ടെൻഡർ കോക്കനട്ടും ഉണ്ടായിട്ടില്ല, പിന്നെ ഇതായിരുന്നു നമ്മളിട്ട് ജാക്ക് ഫ്രൂട്ടും വാട്ടർ മെലനും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അങ്ങനെ അത് കുടിച്ചു, എല്ലാവർക്കും ഇഷ്ടമായിന്. വേറെ ഒരുപാട് ഫാമിലീസൊക്കെ വന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ നമ്മളത് കുടിച്ചു. നല്ല ഞാനും ഷിഗേച്ചും ജാക്ക് ഫ്രൂട്ടാണ് കഴിച്ചത്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വാട്ടർ മെലനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ റിക്കൂട്ടിനെല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മൾ ഐസ്ക്രീം കിട്ടാൻ വേണ്ടിയിട്ട്. 20 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇതിന് ഈ ഒരു സൈസിലുള്ളതിന് 20 രൂപയാണ്. എന്തായാലും വെറുതെ തന്നെയാണ്, നമുക്ക് റിയൽ പൾപ്പ് വെച്ചുണ്ടാക്കുന്ന നല്ല നല്ല സാധനങ്ങളാണല്ലോ. അപ്പോൾ അങ്ങനെ അത് കഴിച്ചു കേട്ടോ. പിന്നെന്താ നമ്മളിങ്ങനെ അവിടെ തന്നെ നിന്നിട്ട് കഴിക്കാമെന്ന് വെച്ചു. പിന്നെ എന്തായാലും ഇവരെല്ലാം മേത്താക്കുന്നവരെ, അപ്പം പിന്നെ അവിടെ തന്നെ പൈപ്പും വെള്ളമെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊന്ന് കഴുകാമെന്ന് വെച്ച് നമ്മൾ അവിടെ തന്നെ കഴിച്ചു. പിന്നെ വേറെ കുറേ സംഭവങ്ങൾ അങ്ങോട്ടേക്ക് പോകെ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിന്നോളൂ. അങ്ങനെ ചൂടത്ത് ഒരു ഐസ്ക്രീമെല്ലാം കുടിക്കുമ്പോൾ നല്ല സുഖമാണ്. എനിക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞ അന്നത്തെ ശ്വാസം മുട്ടൽ വന്നതിന് ശേഷം ഞാൻ ഐസ്ക്രീമെല്ലാം എപ്പോഴെങ്കിലും എല്ലാം കഴിച്ചാലായി കേട്ടോ. അങ്ങനെ എന്താ മാസങ്ങൾക്ക് ശേഷമായിട്ടും കഴിക്കുന്നതാ ഇപ്പോൾ. അപ്പോൾ നല്ല രസമുണ്ടായിന് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അമ്മക്കും ഏച്ചിക്കെല്ലാം ജാക്ക് ഫ്രൂട്ടിൻ്റെതും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. പിന്നെ റിക്കൂട്ടൻ ഇത് ഐസ്ക്രീം കയ്യിൽ കിട്ടിയത് മുതൽ മുണ്ടാണ്ട് വന്നിട്ട് അത് നമുക്കാന്ന് കേട്ടോ. റിക്കൂട്ടൻ ഈ കഴിക്കുന്നത് കാണുമ്പോൾ ശരിക്കും എനിക്ക് ഇതിനു തന്നെയാണ് ഓർമ്മ വന്നത്. ഇതുപോലെ ആടിയിടെല്ലാം നോക്കി അങ്ങനെ എനിക്ക് അത് ശരിക്കും ഇതിനാണ് നോക്കുന്ന പോലെ തന്നെ തോന്നിയിട്ട്. ഇപ്പോൾ ഈ വീഡിയോ ഇത് ശിഖിച്ചെടുത്തതാണ്. അപ്പോൾ ഇപ്പം ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് കറക്റ്റായിട്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഓരോ ഫോട്ടോസെല്ലാം എടുത്ത് കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു മാവിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നിറച്ചും മാങ്ങയാണ് കേട്ടോ, കംപ്ലീറ്റ് മാങ്ങയാണ്. അപ്പോൾ നമ്മൾ കയറിയിട്ട് ആദ്യം സാൻപി മുകളിൽ കയറി, പിന്നെ സനയെ കയറി, അങ്ങനെ ഏച്ചി റിക്കോണ്ടും കയറുന്നുണ്ട്, പുറകിലേ ഞാനും കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ കയറിയിട്ട് അതിൻ്റെ മുകളിലെത്തലും അതിൽ മുന്നേ കയറിയ കുറച്ച് ചേച്ചിമാർ താഴേന്ന് പറഞ്ഞാൽ അതിൽ ഉറുമ്പുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി കേട്ടോ. നല്ല നമ്മളെ നെയ്യുറുമ്പുണ്ടായിനെ. അപ്പോൾ മാവാണല്ലോ, ഉറുമ്പുകൾ സാധാരണമാണല്ലോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഒരു ഏറുമാടെല്ലാം പോലെ തന്നെ നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ കയറിയിട്ട്. അപ്പം ഞാൻ സ്റ്റിക്ക് വെച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നോക്കുമ്പോൾ കയറി ഒന്ന് ടാറ്റെല്ലാം പറഞ്ഞ് പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉറുമ്പുള്ളത് കൊണ്ട് വെറുതെ മേത്ത് കയറിയിട്ട് അത് സീരാക്കണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ വേഗം അവിടുന്ന് താഴേക്ക് ഇറങ്ങി കേട്ടോ.
അപ്പോൾ താഴേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ നമ്മളെ സനയ്ക്ക് പോയിട്ട് താഴേക്ക് ഇറങ്ങാൻ, അങ്ങനെ ഏച്ചി സനി ഒരു സെക്കൻഡ് ഒന്നും കൂടി അവിടെ നിന്നിട്ടാണ് പിന്നെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായത്. പിന്നെ നമുക്കിവിടെ ഒരുപാട് ചെടികൾ കാണാൻ പറ്റും. അതായത് പ്ലാവ്, മാവ്, വേപ്പ്, പിന്നെ വേറെന്താ നമ്മളെ റംബൂട്ടാനെല്ലാം ചെറുതിലേ കായ്ച്ച് നിൽക്കുന്നത് അതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പേരക്ക, പിന്നെന്താ അമ്പഴങ്ങ, അങ്ങനെ ഒരുപാട് ചെടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ വാങ്ങുന്നവരെല്ലാം ഒരുപാട് പേരുണ്ട്. ആ ഒരു വൈകുന്നേരം സമയത്ത് ഓരോരുത്തർ വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ പോയ സമയം ഒരു കറക്റ്റ് സമയമുണ്ട്. നമുക്ക് മക്കൾക്കും കുറച്ച് സമയം ഊഞ്ഞാലെല്ലാടി എൻജോയ് ചെയ്യാൻ പറ്റി, ഇങ്ങനത്തെ കാഴ്ചകളെല്ലാം കാണാൻ പറ്റി. അപ്പം ഇനി നമ്മൾ നടന്നിട്ട് നേരെ പോകുന്നത് നമ്മൾ ഇല്യൂഷൻ പാർക്കിലേക്കാണ്, ഇതിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നമുക്ക് ഫീൻ്റെ ഒന്നും ആവശ്യമില്ല, പ്രവേശന ഫീസ് ഒന്നുമില്ല കേട്ടോ. അതായത് ഈ നഴ്സറിയിലേക്കും കുട്ടിയൊക്കെ കളിക്കേണ്ട പാർക്കിലേക്കും പോകാൻ ഫീൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേങ്കിൽ നമ്മൾ ആ ഇല്യൂഷൻ പാർക്കിലേക്ക് പോകാൻ നമുക്ക് ഒരാൾക്ക് 100 രൂപയാണ് വരുന്നത്. പിന്നെ കുട്ടികളാണെങ്കിൽ എത്ര 3 അടിയാണ്, അല്ല 3 അടിയല്ലല്ലോ, എന്തുകൊണ്ട് 3 മീറ്ററാണ്. അതിൽ മീൻസ് അവരൊരു ഹൈറ്റ് പറയും, ആ ഹൈറ്റിൽ കൂടുതലാണെങ്കിൽ നമ്മളെന്തായാലും ഇത് എന്താ പറയുക ഫീസ് 100 രൂപ തന്നെ കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാണ് സംഭവങ്ങൾ. ഇനി നമുക്ക് കുറച്ച് കാഴ്ചകളെല്ലാം കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇല്യൂഷൻ ഹൗസ്. ഫ്രണ്ടിൽ തന്നെ കണ്ട വീട് തലരിച്ചിട്ട പോലെയല്ലേ ഉള്ളത്. കാറെല്ലാം കണ്ടില്ലേ, കാർ പോർച്ചിലുള്ള വീടെല്ലാം, കാർ പോർച്ചിലുള്ള കാറെല്ലാം ഇതുപോലെ അങ്ങ് മുകളിലായിട്ട് നമുക്ക് തോന്നും. അപ്പം ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ഒരു ഇല്യൂഷൻ കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് സമയം അവിടെ നിന്ന് അപ്പം ഇങ്ങനെ ഫീസും കാര്യങ്ങളെല്ലാം ചോദിച്ചു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത്ര മണി മുതൽ ഇത്ര മണി വരെയാണ്, പിന്നെ എത്രയാണ് ഫീസ് കാര്യങ്ങളൊക്കെ. അപ്പം സാൻവിക്ക് ഹൈറ്റ് ഉള്ളത് കൊണ്ട് ഓക്ക് ഫീ വേണമെന്ന് പറഞ്ഞു. നമ്മൾ റിക്കൂട്ടനും അതുപോലെ സനയ്ക്കും വേണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം എന്താ എയർ കണ്ടീഷണർ AC ആണ് കേട്ടോ. ഫുള്ള് നല്ല കയറുമ്പോൾ തന്നെ നല്ല സുഖമുള്ള തണുപ്പായിരുന്നു. അങ്ങനെ ഇത് എന്താ പറയുക ഇപ്പം അടുത്തെടുത്തോണ്ട് തന്നെ ഫ്രഷായിട്ട് നമുക്ക് എല്ലാ സംഭവങ്ങളും കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് കാണാണ്ടിരിക്കൽ ഒരു ഗൈഡ് നമ്മളെന്ന് വെച്ചിട്ട് ആവശ്യമാണ്. അങ്ങനെ നമ്മൾ ആ ഗൈഡിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാന്ന് കേട്ടോ. അങ്ങനെ ഇതാ ആളെത്തിയിട്ടുണ്ട്. ഇവരെ പേര് ചോദിക്കാൻ മറന്നു കേട്ടോ. അപ്പം ഇതാണ് നമ്മളെ ഫസ്റ്റ് കാണുന്ന സംഭവം. പകുതി വട്ടത്തിൽ അവിടെ നോക്കുമ്പോൾ അത് ഒരു ചതുരത്തിലേക്ക് മാറും. പകുതി വട്ടത്തിലും അവിടെ ഒരു ചതുര രൂപത്തിലും പിന്നെ നിങ്ങൾ ജസ്റ്റ് ബാക്കോട്ട് പോയിരിക്കാം. ചെറുതാവും ചെയ്യും, ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വലുതാവും ചെയ്യും. പക്ഷെ അത് ഈ സൈഡിലേക്ക് വരുമ്പോൾ നടുക്കോട്ട് എത്തുമ്പോൾ നമുക്ക് ഒരു ഗാന്ധിജിയുടെ ഒരു വൈറ്റ് വരും. ഇത് കണ്ടിട്ട് അണ്ടർഗ്രൗണ്ട് ഒന്നല്ല,
കാണുന്ന ഇയാൾ മാത്രമേ ഉള്ളൂ. അടിയിലൊരു മിററാണ്, അതുകൊണ്ടാണ് കുറെ റിഫ്ലക്ഷൻ കുറെ തോന്നില്ല. അത് അടിയിലൊരു കണ്ണാടിയുണ്ട്. കുട്ടി കരയുന്നല്ലേ ഇപ്പൊ? നേരെ ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോ ചിരിക്കും. പിന്നെ നമ്മളെ ഗൈഡ് ആൾ മാറി. ഇവരുടെ പേര് ദുർഗ എന്നാണ് കേട്ടോ. അപ്പം ഒരു സൈഡിൽ നമുക്കിത് സ്ക്വയറായിട്ട് കാണാൻ പറ്റും, അപ്പുറത്തെ സൈഡ് പിരമിഡായിട്ട് കാണാൻ പറ്റും. അപ്പം അതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഉള്ളിൽ മിറർ വെച്ചിട്ടുണ്ട്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഇവിടെ ആളുണ്ട്. അപ്പം മീൻസ് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് അത്യാവശ്യം ഫേമസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല തിരക്കെല്ലാകുമ്പോൾ എന്താണെന്നറിയില്ല. പക്ഷെ ഇപ്പം നമുക്ക് ഓരോ ഫാമിലീനെയും കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ അവിടെ ഉണ്ടായിന് കേട്ടോ. അടുത്തത് വന്നിട്ട് ഇത് നല്ല കോമഡിയാണേ. കാല് നിലത്തൊന്നുമില്ല. എടുക്കുന്നുണ്ടോ? ഇനി ചാൻഡി പോ. ഉണ്ട്, മനസ്സിലാവുന്നുണ്ട്. അത് ഓക്ക് മനസ്സിലാവില്ല, ഇതിൽ കണ്ടാലേ തിരി നോക്കാം. പിന്നെ ഇതെന്താന്ന് പറഞ്ഞാൽ അപ്പുറം ഇപ്പുറം രണ്ടാൾ നിൽക്കുക, രണ്ട് മൂലകളിൽ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഹൈറ്റ് കുറഞ്ഞ ആളാണ് മുകളിൽ നിൽക്കുന്നതെങ്കിൽ അവരെ ഹൈറ്റ് കൂടിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഹൈറ്റ് കൂടിയ ആൾ താഴെ നിൽക്കുമ്പം ആൾ ഹൈറ്റ് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും. അപ്പം അതാണ് ഈ ഒരു സംഭവം കേട്ടോ. ഞാനിങ്ങനെ ഫോണിൽ വേറെ എവിടെയല്ലോ ഇത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ ടോട്ടൽ 25 സ്പോട്ടാണ് ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. എല്ലാം നല്ല കിഡു സ്പോട്ടാണ് കേട്ടോ. അത്യാവശ്യം ഫോട്ടോയെല്ലാം എടുത്ത് എല്ലാവരും ഒന്ന് ഞെട്ടിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പം മക്കൾക്കൊക്കെ എന്താ പറയുക നല്ല ഇഷ്ടമാകും പോയി കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും എന്തായാലും പോകുക, ഈ ഒരു സംരംഭം നമുക്ക് വിജയിപ്പിക്കണം കേട്ടോ. അങ്ങനെ പിന്നെ ഇത് കണ്ട, ഇത് നമ്മൾ ജസ്റ്റ് വെറുതെ നോക്കുമ്പോൾ 3 ആൾക്കാർ ഇങ്ങനെ ചായയും കപ്പെല്ലാം പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു. പക്ഷെ നമ്മൾ ശരിക്കും അതിലേക്ക് നോക്കുമ്പം കണ്ട ഒരു ജീസസിൻ്റെ ആ ഒരു രൂപം നമ്മളെ യേശുവിൻ്റെ രൂപം നമുക്കിതിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫോണിൽ ശരിക്കും മനസ്സിലാവുന്നില്ല. ഇതായത് ഇങ്ങനെ നോക്കുമ്പോൾ കറക്റ്റ് ആ കാറ് വന്ന ഭാഗം യേശുവിൻ്റെ കണ്ണ്, പിന്നെ അവരെ മുടി വരുന്നത് താടി, അങ്ങനെ നമുക്ക് മനസ്സിലാവും. പിന്നെ അടുത്ത് വന്നത് ഈ ഒരു സ്ഥലമാണ്. അപ്പം ഒന്ന് ഇവിടെയും ഒന്ന് അങ്ങ് ദൂരെ അങ്ങനെയാണ് വെച്ചിട്ടുണ്ടാവുക. പക്ഷെ നോക്കുമ്പോൾ നമ്മൾ ചെയറിലിരുന്ന പോലെ ഫീൽ ചെയ്യും. അവിടെ പിന്നെ അതിലിരിക്കാനുള്ള തിരക്കായതുകൊണ്ട് നമ്മൾ അതിലിരുന്നിട്ടില്ല കേട്ടോ. അടുത്തത് ഇതാണ് സംഭവം. അപ്പോൾ സാൻവിക്ക് അതിലെത്തുന്നുണ്ടായിട്ടില്ല. അങ്ങനെ ദുർഗ അതുവരെ കയറ്റിച്ചു കൊടുത്തു കേട്ടോ. അപ്പം ഇതാണ് സംഭവം വരുന്നത്. ഇതുപോലെ ഇങ്ങനെ കുറ്റി വെച്ചിട്ടാണ് ഉണ്ടാവുക. നമ്മളെന്ത് ചെയ്യണം, ചുമരുമേൽ ഫിക്സ്ഡ് ആയിരിക്കും. അപ്പം നമ്മളതിൽ കയറിയിട്ട് ഇങ്ങനെ പിടിക്കണം. അപ്പോൾ ആൾ നോക്കുമ്പോൾ നമ്മളത് പിടിച്ചിങ്ങനെ പറക്കുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് കേട്ടോ.
അപ്പം ഞാനും ഷിക്കേച്ചി എല്ലാം ഇതിൽ കയറിയിട്ടുണ്ടായിനെ. അപ്പോൾ ഫോട്ടോ ഞാൻ ഇതിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ ആഡ് ചെയ്യാം, അന്നേരം നമുക്ക് മനസ്സിലാവും കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ഇതിപ്പോൾ ഷിക്കേച്ചി ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ശരിക്കും ഞാൻ നിന്നതാണ് കറക്റ്റ് കേട്ടോ പറക്കുന്നത്. പിന്നെ അടുത്തത് ഇതാണ് കാലുവറ ഉടലുവറ എന്നുള്ള ഒരു ഫീലിങ്. അപ്പം ഇതാണ് അടുത്തത്. പിന്നെ അടുത്തത് ഇതാ ഈ ഒരു സ്ഥലമാണ്. ഇത് വന്നിട്ട് ഫ്രണ്ടിൽ മിററാണ് വരുന്നത്. ഇപ്പോഴത്തെ ഓപ്പോസിറ്റ് അതിൻ്റെ സംഭവം ഇങ്ങനെ കിടത്തി വെച്ചതുപോലെ ഉണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് അതിൽ കിടക്കും ഇരിക്കുകയെല്ലാം ചെയ്യുക. അപ്പം ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷേങ്കിൽ ലാസ്റ്റ് ഞാൻ അതിൻ്റെ ഫോട്ടോ കൊടുക്കുന്നുണ്ട്, അന്നേരം നമുക്ക് കറക്റ്റ് മനസ്സിലാവും കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതുപോലെയാണ് ഉണ്ടാവുക. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ. പിന്നെ അടുത്തത് ഇതാണ്, ഒരു റൂം തലതിരിച്ചിട്ടത്, സോഫയെല്ലാം മുകളിൽ, അലമാരിയെല്ലാം മുകളിൽ, ജനലെല്ലാം തലതിരിഞ്ഞിട്ട് ഇതുപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഫോട്ടോയിലെടുക്കാൻ നല്ല പറ്റിയ സ്ഥലമാണ് ഇത്. പിന്നെ അടുത്തത് ഇത് നമ്മൾ ഒരു കാട്ടിൽ പോയൊരു എഫക്റ്റ് കേട്ടോ. പിന്നെ ഇതെന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നടക്കുമ്പം ഈ ചെറിയൊരു പിക്ക് നോക്കിയിട്ടാണ് നടക്കുന്നതെങ്കിൽ ഇത് ഇങ്ങനെ വളഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. സോ ഇത് പിന്നെ കണ്ണിങ്ങനെ എന്തോ അത് നോക്കി നടക്കുമ്പം. അപ്പോൾ പിന്നെ ഞാൻ അധികം റിസ്ക് എടുക്കാൻ തന്നിട്ടില്ല, പെട്ടെന്ന് തന്നെ ക്യാമറ അങ്ങ് ഓഫാക്കി കഴിഞ്ഞു കേട്ടോ. അതിങ്ങനെ കറങ്ങുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇവിടെ ഒരു മീനുണ്ട്, നമുക്ക് മീനിനെ നമ്മൾ പിടിച്ചിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ മറ്റേ ബോർഡിൻ്റെ അവിടെ നിൽക്കുവാണെങ്കിൽ കത്തി നമ്മളെ കുത്തുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ സംഭവം. പിന്നെ ഇതൊരു നമുക്ക് ഒരു ഫോട്ടോ സ്പോട്ടാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. പിന്നെ ഇത് വന്നിട്ട് നമ്മളെ നോർമലി നമ്മൾ അധിക സ്ഥലങ്ങളും കാണുന്നൊരു സംഭവം.
പിന്നെ ഇതാണ് ഞാനും ഷിഗച്ച് ഫോട്ടോ എടുത്തത്. ഞാനിവിടെ ഇതിൻ്റെ ഒന്നിച്ചിട്ട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരുന്നുണ്ട്. ഇതും ഒരു ഫോട്ടോ സ്പോട്ടാണ് കേട്ടോ. പിന്നെ അടുത്ത വരുന്നത് ഇതാ ഈ ഒരു DJ പാർട്ടി. നമുക്ക് നല്ല ഡാൻസൊക്കെ കളിക്കാൻ പറ്റിയൊരു സ്പോട്ടുണ്ട്. ഇപ്പോൾ കുറച്ചധികം ഫാമിലിയിലാണ് വരുന്നതെങ്കിൽ നമുക്കിഷ്ടമുള്ള പാട്ട് നമുക്ക് അവരോട് പറയാം. അപ്പോൾ അവരതിൽ സെറ്റ് ചെയ്ത് തരും. നമ്മൾക്ക് എന്നിട്ട് വീഡിയോ മീൻസ് ഡാൻസ് കളിക്കാം കേട്ടോ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great. I like you, I can't wait. A first time, a first date. You're so fine, I'm so late. You sip wine, I drink straight. Don't waste time to my place. I feel my heart erase. So catch me if I fall. പിന്നെ ഇവിടെ നല്ലൊരു ഫിഷ് ടാങ്ക് ഉണ്ട് കേട്ടോ. കുറേ മീനൊക്കെ ഉള്ളത്. അപ്പം മക്കൾ ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് അതിന്. അപ്പം നമ്മളവിടെ നിന്ന് ഇറങ്ങാൻ പോകുമ്പോൾ റിക്കൂടെ തിരിച്ചകത്തേക്ക് തന്നെ ഓടി എനിക്ക് പോകണ്ടെന്നും പറഞ്ഞിട്ട് കേട്ടാ. പിന്നെ ഇത് വേറൊരു സ്പോട്ടാണ്. അപ്പം കണ്ണാടി അന്ന് ഫ്രണ്ടില്ല. അപ്പം അമ്മയും ആൻറ്റി അപ്പുറം ഇപ്പുറം നിന്നു. അപ്പോൾ ഇപ്പുറത്തുനിന്ന് നമ്മൾ ഫോട്ടോ എടുക്കുവാണെങ്കിൽ മൊത്തത്തിൽ അവിയൽ പരുവത്തിൽ നമുക്കൊരു ഫോട്ടോ കിട്ടും. അതായത് അമ്മേൻ്റെയും ആൻറ്റീൻ്റെയും മിക്സ് ആയിട്ടുള്ളൊരു രൂപം നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് ആ ഒരു സംഭവം. പിന്നെ ഇത് വന്നിട്ട് നമ്മൾ പണ്ട് നമ്മൾ സ്കൂളിലെല്ലാം പഠിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കലില്ലേ ആ ഒരു സംഭവം, ഒന്നും പേര് ഞാൻ മറന്ന്, അതാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ സാൻവിയാണ് ഇപ്പോൾ എത്തി നോക്കുന്നത്. എന്നാക്കിയത് റിക്കൂട്ടനാണ് കേട്ടോ. ഓന് എൻ്റെ മടിയിൽ ഇരുന്നിട്ടാണ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ ചെല്ലുന്നത് ഫുഡ് കോർട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ സാൻവി നേരെ പോയിട്ട് അവിടെ കയറി ഇരിക്കുന്നുണ്ട്, കഴിക്കാൻ പറ്റും. നമ്മളിതിനൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. നമ്മളതിൽ ബിസ്ക്കറ്റും വെള്ളമെല്ലാം ഉണ്ട്. തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് പിന്നെ നമ്മൾ റിവ്യൂ എല്ലാം എഴുതി കൊടുത്ത് അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി കേട്ടോ. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു എനിക്കൊരു യൂട്യൂബ് ചാനലെല്ലാം ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണേ, നമ്മൾ വീഡിയോ ഒക്കെ ഇടാനൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും നല്ല പെരുമാറ്റമാണ്. എല്ലാവരും നല്ല പെരുമാറ്റമുള്ള ആൾക്കാരാണ്. നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. അപ്പോൾ എന്തായാലും വെക്കേഷനിലൊക്കെ അല്ലേ, എല്ലാവരും മക്കളെയും കൂടിയിട്ട് അങ്ങ് ഇറങ്ങിക്കോ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത് ഇല്യൂഷൻ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നമുക്ക് 100 രൂപയാണ് ഫീ വരുന്നത്. പിന്നെ സാൻഡ്വിൻ്റെ അത്ര എല്ലാ ഹൈറ്റുള്ള കുട്ടികൾ മുതൽ നമുക്ക് 100 രൂപ എന്തായാലും കൊടുക്കണം കേട്ടോ. പിന്നെ പുറത്തേക്ക് നമുക്ക് ഫീ ആവശ്യമില്ല. അപ്പം നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുവാണ്. എല്ലാവരും കൂടിയിട്ട് എൻജോയ് ഒക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കയറിയ സമയം പോകുന്നത് അറിയില്ല. നമ്മൾ ഒരു 4:15 ആ ഒരു ടൈം ആകുമ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ തിരിച്ചിറങ്ങുമ്പം 6:30 ആയിട്ടുണ്ടായിന്. അപ്പോൾ വെളിച്ചെല്ലാം മങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമ്മളപ്പം വണ്ടിയിൽ
ബസ്സിൽ വരുന്നതാണെങ്കിൽ സുഖമാണ്, നമുക്കവിടെ പാർക്കിംഗ് ഏരിയാസ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഓട്ടോയിൽ വന്നതുകൊണ്ട് തന്നെ ഇത്തിരി നടക്കാനുണ്ട്. അപ്പം എന്തോ ഭാഗ്യത്തിന് നമ്മൾ കുറച്ച് നടന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഉള്ളോട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം ഉള്ളോട്ടേക്ക് ഇത് വരാനുണ്ട്, കായലോട് നിന്ന് കുറച്ച് ഉള്ളോട്ടേക്ക് വരാനുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ. പിന്നെ എൻട്രൻസിൽ തന്നെ നമുക്കൊരു ഒട്ടകത്തിനെ കാണാൻ പറ്റും. അപ്പം കയറുമ്പോൾ നമ്മൾ ഓട്ടോയിലാണ് ഉള്ളിലേക്ക് കയറിയത്, അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ വീഡിയോ അന്നേരം എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഇറങ്ങുമ്പോഴാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതാ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. അങ്ങോട്ടേക്ക് കുത്തനൊരു കയറ്റാണ്. നമ്മൾ വന്നത് ഈ വഴിയായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് അങ്ങനെ നമ്മളിതാ നടക്കുവാണ്. ഇത്തിരി നടന്ന് ഒന്ന് മെയിൻ റോഡിലെത്തിയാൽ ഓട്ടോ കിട്ടുമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ് നടന്നത്. അപ്പോൾ ഒരു കുന്നിറങ്ങുമ്പോഴേക്ക് നമുക്ക് ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും നല്ല പച്ചപ്പും ഹരിതാഭിയെല്ലാം കേട്ടോ. താഴേക്കൊരു വീടാണ് കണ്ടിട്ടുള്ളത്, പക്ഷെ താഴേക്ക് നോക്കുമ്പോൾ നല്ല രസമുണ്ടായിന്. എൻ്റെ ഫോണിങ്ങനെ ആയിട്ടാണ്. പിന്നെ ഒരു ഇപ്പുറത്തെ സൈഡാണെങ്കിൽ മൊത്തം വാഴ കൃഷിയും ആരതാ സ്ഥലം പറമ്പ് എന്നൊന്നും അറിയില്ല, പക്ഷെ നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല സ്ഥലമാണ്. പിന്നെ ബാക്കി വീഡിയോസ് ശരിക്കും എടുക്കാനൊക്കെ പറ്റിയിട്ടില്ല, കാരണം അപ്പുറത്തെ സൈഡിൽ നിന്ന് നായ്ക്കളുള്ള റിക്കോർഡിനെ മക്കളെല്ലാം പിടിച്ചിട്ട് വേഗം താഴേക്ക് നമ്മൾ ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് ഓഫ് അല്ലെങ്കിൽ എന്തായാലും കമൻറ്റ് കൂടി ചെയ്യാം. പിന്നെ നമുക്ക് ഇറങ്ങിയപാട് ചെറിയ ഓട്ടോന്ന് കിട്ടിയത്, അപ്പോൾ അതിൽ അട്ടിക്കിട്ട് നമ്മൾ ഇറങ്ങി പോകാനേ. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള വീഡിയോസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കാം. അപ്പം നമുക്ക് അതുപോലത്തെ വീഡിയോസൊക്കെ എടുക്കാമല്ലോ. പിന്നെന്താ, അപ്പം നമ്മളിതാ തിരിച്ച് പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ പോലെ ഞാൻ വേറൊരു സ്പോട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ കായലോട് എത്തിയിട്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അങ്ങ് കാണൊരു തട്ടടിയില്ല. പണ്ട് ഞാൻ നിന്നുണ്ടോ അധികമായിട്ട് ഫുഡ് കഴിക്കുന്നതാണ്, നല്ല ടേസ്റ്റി ഫുഡാണ്. പണ്ട് നിന്നുണ്ടും ഖത്തറിൽ നിന്ന് നാട്ടിലേക്ക് വന്നിട്ടാകുമ്പം എന്നെ അധികം കോളേജിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടാക്കലുണ്ട്. അപ്പോൾ അന്നേരം നമ്മൾ പോയിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. ചിലപ്പോൾ സൈഡ് വണ്ടിയാക്കുന്നത്, വണ്ടി സൈഡാക്കിയിട്ട് അവിടെ ഇരുന്നിട്ട് കഴിക്കും. എല്ലാം എനിക്ക് പാർസലമായി തരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു നൊസ്റ്റ് ഓർമ്മയും കൂടി അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.